Hey NEET aspirants, ഞാൻ കാവ്യ, സൈലത്തിലെ നീറ്റ് കെമിസ്ട്രി ഫാക്കൽറ്റിയാണ്. മെയ് 7th നിങ്ങൾക്ക് വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണെന്ന് നമുക്കറിയാം. എല്ലാവരും വളരെ ഇൻറ്റൻസീവായിട്ട് പോസിറ്റീവായിട്ട് തന്നെ നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നും എനിക്കറിയാം. Anyways, you people will be in a kind of hot seat. So let's just keep the hot seat apart. നീറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സംശയങ്ങളും ഒരുപാട് ആൻസൈറ്റീസും നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ആൻസൈറ്റീസും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാനായിട്ട് കുറച്ചധികം ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നീറ്റ് ആസ്പിറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ടൈം ഒരു വാല്യുബിൾ ഫാക്ടറാണ്. ഈ ചുരുങ്ങിയ ടൈമിനുള്ളിൽ എങ്ങനെ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആവാം, എങ്ങനെയൊക്കെ സ്മാർട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രോമിനൻറ്റുമാണ്. So, as a NEET aspirant, you need to take care of few things. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു നീറ്റ് ആസ്പിറൻറ്റ് ഇപ്പോൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക എന്നതാണ്. നമുക്ക് മുന്നിലുള്ളത് വളരെ ചുരുങ്ങിയ സമയമായതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്മാർട്ട് വർക്കാണ്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 5 to 6 years ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ കളക്ട് ചെയ്യുക. അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഓരോ ചാപ്റ്റർ വൈസും ഓരോ കോൺസെപ്റ്റ് വൈസുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോവുക. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഒരു കോൺസെപ്റ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെ ഓരോ ദിവസവും നമ്പർ ഓഫ് 15 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിൽ കിട്ടുന്നത് ഒരു വലിയൊരു കോൺസെപ്റ്റ് തന്നെയാണ്. ഓരോ ചാപ്റ്റേഴ്സും അതിൻ്റെ കോൺസെപ്റ്റും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. ഇനി കെമിസ്ട്രിയിലോട്ട് വരുമ്പോൾ കെമിസ്ട്രി നിങ്ങൾക്കറിയാം 3 ഡിവിഷൻ ഉണ്ട് അല്ലേ? ഫിസിക്കൽ കെമിസ്ട്രി, ഓർഗാനിക്, ഇൻഓർഗാനിക്. ഈ 3 ഡിവിഷനും വളരെയധികം പ്രോമിനൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ന്യൂമറിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനായിരിക്കണം. അതേസമയം ഓർഗാനിക്കിലും ഇൻഓർഗാനിക്കിലും ഒക്കെ തിയറിയും അതിനോടൊപ്പം തന്നെ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പോകേണ്ടത്. ഒരു ദിവസം നിങ്ങൾ ഒരു പ്രോപ്പർ സ്കെഡ്യൂള് അറേഞ്ച് ചെയ്ത് ആ സ്കെഡ്യൂളിൽ 3 സബ്ജക്റ്റുകളും ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി ഡിവൈഡ് ചെയ്തിട്ടാണ് നിങ്ങൾ പഠിച്ചു പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കെമിസ്ട്രിയുടെ 3 ഡിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോകേണ്ടതുണ്ട്. കാരണം ഈ 3 ഡിവിഷനിലെയും ക്വസ്റ്റ്യൻസിന് അത്രത്തോളം പ്രോമിനൻസ് ഉണ്ട്. ന്യൂമറിക്കൽസ് ആൻഡ് തിയററ്റിക്കൽ പ്രോബ്ലംസ് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അസേർഷൻ ആൻഡ് റീസൺ ടൈപ്പ് കൂടുതലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് തിയററ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്ററിൽ നിന്നുമായിരിക്കും. ഇത് കൂടാതെ നിങ്ങൾ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ സബ്ജക്റ്റിൽ, നമ്മുടെ ചാപ്റ്റേഴ്സിൽ ഹൈ വെയിറ്റേജ് ടോപ്പിക്സ്, ലോ വെയിറ്റേജ് ടോപ്പിക്സ്, അങ്ങനെ 2 തരം കാറ്റഗറൈസേഷൻ നിങ്ങൾക്ക് നടത്താം. നമുക്ക് ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ കെമിസ്ട്രിയിൽ തന്നെ പോളിമേഴ്സ്, കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫ്, എൻവയോൺമെന്റൽ കെമിസ്ട്രി വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. എന്നാൽ വെയിറ്റേജ് തീരെ കുറവുമാണ്. ലീസ്റ്റ് വെയിറ്റേജ് ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 1 മുതൽ 2 ചോദ്യങ്ങളാണ്. ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുന്നത് കുറച്ചുകൂടെ നിങ്ങളുടെ സ്റ്റഡി ഒരു സ്മാർട്ട് വർക്ക് ആക്കാൻ നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഈ 1 to 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ആ രീതിയിൽ കാറ്റഗറൈസ് ചെയ്ത് ക്വസ്റ്റ്യൻ കളക്ട് ചെയ്യുന്നതായിരിക്കും സ്മാർട്ട് വർക്ക് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം. അതേസമയം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൽ നിന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക. അതിന് കുറച്ചുകൂടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇറ്റ് വിൽ ബി ആൻ അഡ്വാൻസ്മെന്റ് ഇൻ നീറ്റ് 2023. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുന്നതിനോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റിവിഷൻ ആണ്. ഓരോ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ റിവിഷൻ അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഓരോ തവണയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ കാര്യങ്ങളെല്ലാം റീകളക്ട് ചെയ്യുക വളരെ വളരെ ക്രൂഷ്യൽ ആണ്. സോ എവറി നൗ ആൻഡ് ദെൻ യു നീഡ് ടു ബ്രഷ് അപ്പ് എവറിഥിങ് ദാറ്റ് യു ഹാവ് സ്റ്റഡീഡ് പ്രീവിയസ്ലി. സോ റിവിഷനും ഒരു ക്രിട്ടിക്കൽ ഫാക്ടർ തന്നെയാണ് ഇൻ കേസ് ഓഫ് നീറ്റ് 2023 പ്രിപ്പറേഷൻ. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ഈ രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻ മുന്നോട്ട് പോവുക. എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് ഇൻറ്റൻസീവായിട്ട് തന്നെയാണ് പ്രിപ്പറേഷൻ നടത്തുന്നതെന്ന് എനിക്കറിയാം. ഓരോ ക്വസ്റ്റ്യൻസും ഫിഗർ ഔട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇറ്റ്സ് യുവർ ഹെൽത്ത്. സോ ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ബി ഹൈഡ്രേറ്റഡ്, be chill, be cool and be vibrant. So NEET 2023 എന്നൊരു വലിയൊരു ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് സൈലം നിങ്ങളോടൊപ്പം ഉണ്ട്. സൈലത്തിൻ്റെ ഒപ്പം ഞാനും നിങ്ങളോടൊപ്പം ചേരുന്നു. സോ ഈ എക്സാം നമുക്കങ്ങ് തകർത്ത് വാരിയേക്കണം. സോ എല്ലാവരും നല്ല പോസിറ്റീവ് ആൻഡ് എനർജറ്റിക് ആയിട്ട് തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. സോ താങ്ക് യു.